അശോക് സാർ, കഴിഞ്ഞ ദിവസം സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസല നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടി. അതിൽ സംസാരിക്കവെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, 2004 തനിക്ക് ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇതുപോലെ ഒരു വേദിയോ ആദരവോ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യം എല്ലാവരും വാർത്തയാക്കുകയാണ്, പലരും ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ മോഹൻലാലിന് ഇന്ന് 2025 അതേ അവാർഡ് ലഭിച്ചപ്പോൾ സർക്കാർ ഒരു വലിയ സദസ്സ് സംഘടിപ്പിക്കുന്നു, ആളുകളെ വിളിച്ചു കൂട്ടുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു. അന്ന് അടൂർ ഗോപാലകൃഷ്ണന് ലഭിക്കാതെ പോയ ആഘോഷങ്ങൾക്ക്, ആദരവിന് ഇന്ന് മോഹൻലാൽ ഒരു പാത്രമാകുന്നുണ്ടെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ അതിൽ പരിഭവപ്പെടേണ്ട, പരാതിപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ അശോക് സാർ എങ്ങനെ വിലയിരുത്തും? അടൂർ സാറ് ഒരു പരിഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. പുറമെ പരിക്കനാണ് എന്ന് തോന്നുകയാണെങ്കിൽ തോന്നുന്നൊരു വ്യക്തിയാണ് അടൂർ സാർ. പക്ഷേ ഉള്ളു വെണ്ണയാണ്, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പരിഭവം പുറത്തു വന്നത്. അദ്ദേഹം ഉള്ളിലൊന്നും മറച്ച് അല്ലെങ്കിൽ ഉള്ളിലൊന്ന് വെച്ച് പുറമെ മറ്റൊന്ന് പറയുന്ന ഒരാളല്ല അടൂർ സാർ. ഇദ്ദേഹം 2004 ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് അദ്ദേഹം മറന്നുപോയി. സമാദരണീയ സർവാദരണീയനായ AK ആന്റണി. 5 പൈസ പക്ഷേ എടുക്കാനില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇന്ന് അതല്ല സ്ഥിതി. അതുകൊണ്ടാണ് ഇന്ന് മോഹൻലാൽ സാറിന് ഒരു അവാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് അത് ഏറ്റെടുത്ത് ആഘോഷമാക്കാൻ തീരുമാനിച്ചത്. ഇതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അപ്പം ഗോപാലകൃഷ്ണൻ സാറ് എന്ന് പറയുന്ന വളരെ സ്നേഹപൂർവമായ ഒരു പരിഭവമായിട്ട് എടുത്താൽ മതി. അല്ലാതെ അതിനെ ചിക്കിച്ചികഞ്ഞ് അതിൻ്റെ അകത്തില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസിയുടെ ആവശ്യമില്ല. വേറൊരു വിഷയമുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം അടൂർ സാറ് ഈ പറയുന്ന ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ വക്താവായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. മാത്രമല്ല, അന്ന് അദ്ദേഹത്തിന് ഇതുപോലൊരു ആദരം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുകയും അദ്ദേഹത്തിനെ ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിജീവികൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടായേനെ. അതായത്, കാരണം വലിയ ഒരു ഹൈറ്റിലാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ ഒക്കെ അന്ന് ഈ പറയുന്ന ബുദ്ധിജീവി സമൂഹം, അല്ലെങ്കിൽ ഫാൻസ് എന്ന് ഇപ്പോഴത്തെ ഒരു പദം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഫാൻസ്, അവര് നിലനിർത്തിയിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വലിയ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ അടൂർ സാറിൻ്റെ ഒരു ഒരു സ്വഭാവം അനുസരിച്ച് ഉള്ളിൽ തോന്നിയ ഒരു 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 പരിഭവം, അത് ഇപ്പൊ ഈ കാലത്ത് നിന്ന് നോക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ പരിഭവമാണ്. അത് അദ്ദേഹം പറഞ്ഞു, അത് സത്യസന്ധമായ ഒരു പരിഭവമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഇവന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരു ഒരു സാങ്കല്പിക ചിത്രമാണ് മനസ്സിൽ വന്നത്. അതായത്, വിക്രമാദിത്യന്റെ സദസ്സിൽ നടക്കുന്ന പോലെയാണ് അത് തോന്നിയത്. വിക്രമാദിത്യന്റെ സദസ്സിൽ ഒരാളെ ആദരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിക്രമാദിത്യ മഹാരാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാളിദാസനെ വിളിച്ചിട്ട് പറയും, ഒരു മംഗളപത്രം തയ്യാറാക്കൂ കവി. ഇവിടെയും അങ്ങനെ ഒരു മംഗളപത്രം തയ്യാറാക്കി. അത് നമ്മളുടെ ബഹുമാന്യനായ വർമ്മ സാറ് എഴുതിയതാണ്. വളരെ മനോഹരമായ ഒരു മംഗളപത്രമായിരുന്നു അത്. അദ്ദേഹത്തിന് സമർപ്പിച്ചു. പിന്നീട് ഏറ്റവും നമ്മുടെ ഒരു ആദരണീയമായ രീതിയിൽ കസവ് ഉത്തിരിയം അണിയിച്ച് ഒക്കെയാണ് ലാൽ സാറിനെ ആദരിച്ചത്. ഫാൽക്കെ അവാർഡ്. അതൊക്കെ വളരെ ഉദാത്തമായ ഒരു ചിത്രമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽപ്പുണ്ട്. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്ത് വസ്ത്രം ധരിക്കും, ലാൽ സാർ എന്ത് വസ്ത്രം ധരിക്കും എന്നതിനെ പറ്റി ഒരു മാധ്യമപ്രവർത്തകനുമായിട്ട് ചെറിയൊരു സംവാദമല്ല, ചർച്ച ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ
അവാർഡ് സ്വീകരിക്കാൻ ഡൽഹിക്ക് പോയി കഴിഞ്ഞപ്പോൾ മുണ്ടും മറ്റേ ഷെർവാണി അതുപോലെ എന്തോ ഒരു സാധനമാണ് ധരിച്ചിരുന്നത്. ഇവിടെ മിക്കവാറും മുണ്ടും ഷർട്ടും ആവാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എം എൻ ഗോവിന്ദനാരുടെയൊക്കെ പോലുള്ള ജുബ്ബയോ ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ ഉണ്ടായത്. പക്ഷേ സദസ്സിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം പൈജാമയും ജൂബയും ഇട്ടാണ് വരുന്നത്. ഇതാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിനെ പറ്റി ഉണ്ടാക്കുന്നത്. ഇനി വേണ്ടി നമ്മൾ തിരിച്ച് ഗോപാലകൃഷ്ണൻ സാറിന്റെ പരിഭവത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗോപാലകൃഷ്ണൻ സാറിന്റെ ഫാൻസ് അല്ല മോഹൻലാലിന്റെ ഫാൻസ്. അതെന്ന് പറയുന്നത് ഒരു യങ്ങർ ഫാൻസ് ആണ്. അവർക്ക് ഇത്രയധികം ആഘോഷങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാൻസ്, യങ്ങർ ജനറേഷൻസ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ മോഹൻലാൽ സാറിന് ഇതുപോലെയുള്ള ഒരു വലിയ സമാദരണീയമായ ഉത്തരീയമൊക്കെ ഇടിയിപ്പിച്ച് മംഗളപത്രമൊക്കെ ലഭിച്ച് ഒരു എന്താണ് മെമന്റോയൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഏറ്റവും കാലത്തിനനുസരിച്ചുണ്ടായ ഒരു മാറ്റമായിട്ട് നമുക്കതിനെ എടുത്താൽ മതി. അപ്പം അന്നത്തെ കാലത്ത് അത് കിട്ടാനുള്ള സാധ്യത കുറവ്. ഒന്നാമത് ഖജനാവി കാശില്ല. രണ്ടാമത് ഇദ്ദേഹത്തിന്റെ ഫാൻസിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആരാധകർക്ക് അദ്ദേഹത്തിന് അങ്ങനെ കാണാൻ താല്പര്യമില്ല. ഒന്ന് അത് 2004 20 വർഷത്തിന് ശേഷമാണ് ലാൽ സാറിന്റെ ആഘോഷം നടക്കുന്നത്. അപ്പോഴത്തേക്ക് അതിന്റെ ജനറേഷൻ മാറി, സിനിമയുടെ സ്വഭാവം മാറി. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ഒരു ചിത്രവും ഉണ്ടായി. പിന്നെ ഇദ്ദേഹം ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പക്ഷെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇത്രയും മികച്ച ഒരു നടനെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അകത്ത് ഒരു ഖേദമോ ഖിന്നതയോ ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ ഖേദമോ ഖിന്നതയോ ഒക്കെ ജനറൽ പിക്ചേഴ്സ് ഒരു സിനിമ നിർമ്മിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച് മലയാളികൾക്ക് ആളുടെ ആ ഒരു സങ്കടം മാറ്റിത്തരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിന് ഗോപാലകൃഷ്ണൻ സാർ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ മോഹൻലാൽ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ്, ആ വ്യക്തിയെ വെച്ചിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് അടൂർ സാറ് പറഞ്ഞത്. ചില കമന്റുകളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഈ നാടകശാസ്ത്രവും സിനിമാശാസ്ത്രവും ഒക്കെ പഠിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കഥാപാത്രവും ആ വ്യക്തിയുമായിട്ടുള്ളൊരു ചാർച്ച ഉണ്ടോ എന്നൊക്കെ സംശയം തോന്നിയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒഴിവാക്കിയത്. പക്ഷേ ഇനിയിപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അടൂരിന്റെ ഏറ്റവും മികച്ചൊരു സിനിമ ഇനിയും ജനറൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഫിലിം നിർമ്മാണ കമ്പനി, അതായത് ലാൽ സാറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അടൂർ സാറിന് ഒരു സംവിധാനത്തിന്റെ കരാർ കൊടുക്കാൻ പറ്റുന്നതുമായ, അതിന് തക്കതായ ഗൗരവവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു കമ്പനി മലയാളികൾക്ക് അങ്ങനെ ഒരു മികച്ച സിനിമ സംഭാവന ചെയ്യട്ടെ എന്ന് നമുക്ക് ഇരുവർക്കും വേണ്ടിയിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.